സോണിയാഗാന്ധി ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. 3 കാര്യങ്ങളാണ് ആ പ്രഖ്യാപനത്തിൽ ഊന്നി പറഞ്ഞിരിക്കുന്നത്. ജനാധിപത്യത്തെ കൊന്നെടുക്കുന്ന മേലാളന്മാർ ഭരിക്കുന്ന രാജ്യത്ത് സോണിയ പ്രഖ്യാപിച്ചിരിക്കുന്ന 3 കാര്യങ്ങൾ രാജ്യത്തിന് അടിസ്ഥാനമായിട്ടുള്ളതാണ്. ആ 3 കാര്യങ്ങളും BJP കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഈ രാജ്യത്ത് ചെയ്യാൻ മറന്നുപോയ കാര്യങ്ങൾ കൂടിയാണ്. അതുകൊണ്ടാണ് സോണിയ 2024 വീണ്ടും അവ പ്രഖ്യാപിക്കേണ്ടി വരുന്നതും. അതാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക. സോണിയാഗാന്ധിയോടൊപ്പം മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്നുകൊണ്ടാണ് പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നത്. ഇവിടെ ജാതി സെൻസസിലേക്ക് കോൺഗ്രസ് തിരിയുമെന്ന് പത്രികയിൽ ഉറപ്പു നൽകുന്നുണ്ട്. കൂടാതെ SC, ST, OBC സംവരണം 50% ഉയർത്തുന്നതിന് ഭരണഘടനയിൽ ഭേദഗതിയും കൊണ്ടുവരും. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് ജോലിക്ക് 10% സംവരണം ഏർപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് ജാതി സമുദായ വിവേചനം ഇല്ലാതെയാണ് നടപ്പിലാക്കുന്നത്. ഇതോടൊപ്പം തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ സ്ഥിരം ജോലികളിലുള്ള കരാർവൽക്കരണ പരിപാടി അങ്ങ് നിർത്തലാക്കിയിട്ട് സ്ഥിരത ഉറപ്പുവരുത്തും. സാമൂഹിക പരിഷ്കർത്താക്കളുടെ ജീവിതവും പ്രവർത്തനങ്ങളും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തും. ഇന്ന് BJP അതൊക്കെ എടുത്തു കളഞ്ഞിരിക്കുകയാണ്. നിർത്തലാക്കിയിരിക്കുന്ന മൗലാന ആസാദ് സ്കോളർഷിപ്പുകൾ പുനഃസ്ഥാപിക്കും. മുതിർന്ന പൗരന്മാർക്ക് പൊതുഗതാഗതത്തിൽ ഉണ്ടായിരുന്ന യാത്രാ ഇളവുകൾ പുനഃസ്ഥാപിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നതില്ല എന്നർത്ഥവും ഉണ്ട്. അതിന് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കൂടുതൽ വിപുലീകരിക്കും. പൊതുജന ആരോഗ്യ കേന്ദ്രങ്ങളിൽ ആരോഗ്യ പരിരക്ഷ സൗജന്യമാക്കും. ആരോഗ്യത്തിലുള്ള ബജറ്റ് വിഹിതം ഓരോ വർഷവും പടിപടിയായിട്ട് വർദ്ധിപ്പിക്കും. ഓരോ ജില്ലയിലും ഒരു സർക്കാർ മെഡിക്കൽ കോളേജും ആശുപത്രിയും സ്ഥാപിക്കും. പൊതുജനാരോഗ്യ മേഖലയിലെ എല്ലാ ഒഴിവുകളും 3 വർഷത്തിനുള്ളിൽ നികത്തും. കേന്ദ്ര സർക്കാർ തസ്തികകളിലെ 30 ലക്ഷത്തോളം ഒഴിവുകളും നികത്തും. കായിക താരങ്ങൾക്ക് പ്രതിമാസം 10,000 രൂപയുടെ സ്പോർട്സ് സ്കോളർഷിപ്പും നൽകും. വമ്പൻ പ്രഖ്യാപനങ്ങൾ എന്നതിനപ്പുറത്ത് രാജ്യത്ത് ജനങ്ങൾക്ക് സമാധാനത്തോടെ മുന്നോട്ടു പോകാൻ സാധിക്കുന്ന അടിസ്ഥാന കാര്യങ്ങളിലേക്കാണ് കോൺഗ്രസ് ഊന്നൽ നൽകിയിരിക്കുന്നത്. അതായത് നടപ്പിലാവാത്ത പ്രഖ്യാപനങ്ങൾ കൊണ്ട് നിറക്കാതെ നടപ്പിലാകാൻ സാധ്യമായ നിലവാരമുള്ളതുമായ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതുമായ പ്രഖ്യാപനങ്ങളാണ് സോണിയാഗാന്ധിയിലൂടെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്.